അയ്യോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു അവസ്ഥ. നമ്മൾ മിക്കവാറും രാത്രി പണിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം കാണും, നേരെ കയറി കട്ടിലെ കയറി കിടക്കും, നല്ല ഫുൾ സ്പീഡിൽ ഫാൻ വിട്ടിട്ടായിരിക്കും കിടക്കുന്നത്. പലപ്പോഴും നമ്മൾ രാത്രി ഒരു പാതിരാത്രിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും, വല്ലാതെ തണുപ്പായി കഴിയുമ്പോഴേക്കും നമ്മൾ പുതപ്പൊക്കെ എടുത്ത് ഇതുപോലെ പുതച്ച് ഒരു സൈഡിലേക്കും ഇച്ച് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്കും ചുരുണ്ടും മടങ്ങി നിവർന്നു ഏതൊക്കെ രീതിയിൽ കിടക്കാമോ അതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കും. അവസാനം നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ നമ്മൾ എഴുന്നേറ്റ് പോയി ഫാൻ ഓഫ് ചെയ്യും. സ്ഥിരം നടക്കാറുള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉറക്കത്തിൻ്റെ പാട്ടിന് പോകും, നമ്മൾ വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ മിക്ക ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും. ഇനി നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റ് ആണെങ്കിൽ ഈ ഒരു കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. If you are a pro in electronics, then the story will change like this. അയ്യോ. പിന്നല്ല. അപ്പോൾ നിങ്ങളും ഒരു ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ കാണിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടത് അല്പം ഒരു ക്ഷമയും പിന്നെ ഇലക്ട്രോണിക്സിനോടുള്ള നല്ലൊരു താല്പര്യം മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോണം, നമ്മൾ ഹോബി സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്നില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അതിപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. ചിലപ്പോൾ പുകയൊക്കെ വന്നെന്നും ഇരിക്കും. പക്ഷേ നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത്. അപ്പോൾ ആദ്യമേ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റിയാലേ അത് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാലേ നമുക്ക് ഭാവിയിൽ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്താൻ പറ്റത്തുള്ളൂ. ഞാനും ഈ ഒരു സർക്യൂട്ട് ആദ്യമായിട്ട് പ്രവർത്തിപ്പിച്ചപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. പിന്നെ നമ്മൾ ആ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി വേണ്ട അപ്ഡേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിയറി പഠിച്ച പോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിയറിയിൽ കാണാത്ത പല പ്രോബ്ലംസും പ്രാക്ടിക്കലി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കി അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് തിയറിയിൽ പഠിച്ച കാര്യങ്ങൾക്കപ്പുറം പ്രാക്ടിക്കലി ആ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഓണാക്കാനും ഓഫാക്കാനും പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ക്ലാപ്പ് സ്വിച്ച് എങ്ങനെ നിർമ്മിക്കാം അതിനെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിന് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സൊല്യൂഷൻ കണ്ടെത്താം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഹോബി സർക്യൂട്ടുകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ലാപ്പ് സ്വിച്ച്.
അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്? നമ്മൾ കൈ അടിച്ച് ഉപകരണങ്ങൾ ഓൺ ആക്കുക, ഓഫ് ആക്കുക. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ കൈ അടിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട് വേവിനെ ഇലക്ട്രിക്കൽ പൾസായിട്ട് മാറ്റി അതൊരു സർക്യൂട്ടിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് അതൊരു ആക്ഷനായിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ക്രിയേറ്റീവ് ഐഡിയയെ നമ്മളൊരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കുക. അതായത് നമ്മൾ കൈ അടിച്ച് ലൈറ്റ് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്കെച്ച് നിങ്ങൾ റഫായിട്ട് തയ്യാറാക്കുക. അതായത് നിങ്ങൾ കൈ അടിക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ വേണ്ടി വരും, ഒരു ബ്ലോക്ക് ഡയഗ്രമായിട്ട് ആദ്യം വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൈ കൊട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ സൗണ്ട് പിക്കപ്പ് ചെയ്യാൻ അവിടെ ഒരു മൈക്രോഫോൺ വേണം. ഓക്കെ, അതൊരു ട്രാൻസ്ഡ്യൂസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന അക്വസ്റ്റിക് വേവ്, അതായത് സൗണ്ട് വേവിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പവർ സപ്ലൈ വേണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഒരു കണ്ടൻസർ മൈക്രോഫോൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വർക്ക് ആവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ബയാസിങ് സർക്യൂട്ട് വേണം. അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈക്രോഫോൺ ഒരു റെസിസ്റ്ററുമായിട്ട് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്താണ്? നമുക്ക് ഈ വരുന്ന മൈക്കിൽ നിന്ന് വരുന്ന ആ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മില്ലി വോൾട്ട് റേഞ്ച് ആയിരിക്കും. അപ്പോൾ ആ ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ആ സിഗ്നൽസിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും? ഒരു ആംപ്ലിഫയർ വേണം, അതും ഒരു പ്രീ ആംപ്ലിഫയർ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു ഡ്യുവൽ സ്റ്റേജ് പ്രീ ആംപ്ലിഫയർ ആണ്. 2 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാരണം ഗെയിൻ വളരെയധികം കൂട്ടാൻ സാധിക്കും. അപ്പോൾ മില്ലി വോൾട്ടുള്ള ആ തരംഗങ്ങളെ നമ്മൾ എന്താക്കി? വോൾട്ട് റേഞ്ചിലേക്ക് മാറ്റി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ കൈ കൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയത്തേക്ക് കാണത്തുള്ളൂ, മില്ലി സെക്കൻഡ് സമയത്തേക്ക് കാണത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. കാരണം അടുത്തൊരു സർക്യൂട്ട് ട്രിഗർ ചെയ്യുന്നത് വരെ ആ ഒരു പൾസ് അവിടെ കാണണം. അപ്പോൾ നമുക്ക് ഈ പൾസിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രിഗറിങ് പൾസ് ആണെങ്കിൽ പോലും അത് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറച്ച് നേരത്തേക്ക് ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ അടുത്തൊരു സ്റ്റേജ് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കൈ കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ പൾസിൻ്റെ ആ വിഡ്ത്ത് ഒന്ന് കൂട്ടിയെടുക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ വേവ് അവിടെ ജനറേറ്റ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പൾസ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിനെ ടോഗിൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താണ് ഈ ടോഗിൾ ആക്ഷൻ? നമുക്കറിയാം ഒരു പുഷ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ സിഗ്നൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്രത്യക്ഷമായി പോയി. പിന്നെ ആ സിഗ്നൽ അവിടെ ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഒരു ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്താൽ ഓൺ ആവണം, വീണ്ടും പ്രസ് ചെയ്താൽ ഓഫ് ആവണം. അപ്പോൾ ഇതിനാണ് നമ്മൾ ടോഗിൾ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ടാണ് നമുക്ക് അടുത്തതായിട്ട് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോഗിൾ ആക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ ക്ലോക്ക് കൊടുക്കുന്നതനുസരിച്ച് അത് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC 7473 വർക്ക് ചെയ്യണമെങ്കിൽ 5 വോൾട്ട് വേണം. നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടില്ല. അപ്പോൾ വീണ്ടും അതിനെ 5 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു IC വേണ്ടി വരും. അപ്പോൾ സർക്യൂട്ട് കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അത്രയും തുടക്കക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു IC ഉപയോഗിച്ച് ഞാനിത് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന IC എന്ന് പറഞ്ഞാൽ മിക്ക ഹോബിസ്റ്റുകൾക്കും അറിയാവുന്ന ഒരു IC ആണ് CD4017 അഥവാ CD4017 എന്ന് പറയുന്നത്. നമ്മുടെ ചേസറിനകത്തൊക്കെ ഇരിക്കുന്ന IC. അപ്പോൾ ഇത് ബേസിക്കലി ഒരു റിംഗ് കൗണ്ടറാണ്. നമ്മുടെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു പിന്നിൽ നിന്ന് അടുത്ത പിന്നിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഓടിക്കത്തുന്ന, നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്കകത്തൊക്കെ ഓടിക്കത്തുന്ന ആ ഒരു സർക്യൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന CD4017 എന്ന് പറയുന്ന IC ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ICയുടെ 2 പിന്നുകളേ ഉള്ളൂ, ഓണും ഓഫിനും വേണ്ടി. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള പിന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ പിന്നെടുത്ത് റീസെറ്റ് കൊടുക്കുക. അപ്പം ആദ്യത്തെ 2 പിന്നിൽ മാത്രമേ എന്താവത്തുള്ളൂ, ആ ടോഗ്ലിംഗ് ആക്ഷൻ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിന്ന് ടോഗിൾ ചെയ്ത് സെക്കൻഡിലേക്ക് പോവും, മൂന്നാമത്തെ പിന്നിലേക്ക് സിഗ്നൽ വരുമ്പോഴേക്കും അത് റീസെറ്റ് ആവും. അപ്പോൾ വീണ്ടും ഫസ്റ്റ് പിന്ന് സെക്കൻഡ് പിന്ന് ഇതിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ അടിക്കുന്നു, അത് ആംപ്ലിഫൈ ചെയ്യുന്നു, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ കൊടുത്തിട്ട് പൾസിൻ്റെ വിഡ്ത്ത് ഒന്ന് അല്പം കൂട്ടിയെടുക്കുന്നു. പിന്നെ ആ ഒരു പൾസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ICയെ ടോഗിൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിവൈസ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും.
അപ്പോൾ ഇവിടെ നമ്മുടെ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ചുകൊണ്ടാണ് ഇനി സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ മൈക്കിൻ്റെ പ്രീ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുക. അപ്പോൾ സാധാരണ ഇതിൽ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ചെറിയ സ്പീക്കറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓസിലോസ്കോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മൈക്കിൻ്റെ അടുത്തെത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിഗ്നൽസ് കാണുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ 555 യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒന്നാമത്തെ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ സ്റ്റേജിൽ കൊടുത്തിട്ട് ഒരു LED വഴി നമ്മൾ കൈ കൊട്ടുമ്പോൾ കുറച്ച് നേരമെങ്കിലും LED അവിടെ കത്തി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അത്രയും ആയിട്ടുണ്ടെങ്കിൽ ഇനി എളുപ്പമാണ്. നമ്മുടെ ഫൈനൽ സ്റ്റേജും കൂടെ ഈ സ്റ്റേജിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു റിലേ വഴി നമ്മുടെ ഡിവൈസ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം നമ്മൾ ഹോബി സർക്യൂട്ട് നിർമ്മിക്കാൻ. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒരു സർക്യൂട്ട് കണ്ട നേരെ ബ്രെഡ് ബോർഡിലേക്ക് എടുത്ത് വെക്കരുത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടാതെ വന്നാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ഹോബി സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതായത് അതിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് നോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള പൾസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ റിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഫോൾസ് ട്രിഗറിങ്ങിലേക്ക് പോകും. അപ്പോൾ ഫോൾസ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ഇൻപുട്ട് ഇല്ലാതെ തന്നെ ഒരു നോയ്സ് വഴി സർക്യൂട്ട് ട്രിഗർ ആവുകയും നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഡീകപ്ലിംഗ് കപ്പാസിറ്ററും അതുപോലെ ഫിൽറ്ററും ഒക്കെ യൂസ് ചെയ്യാം. കഴിവതും നല്ല ക്ലീൻ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് വേണം ഹോബി സർക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ബാറ്ററിയെ യൂസ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇൻ്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ ഹോബി സർക്യൂട്ടുകൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രമായിട്ട് ഒന്ന് ഒത്തു നോക്കി ടിക്ക് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ യാതൊരു കാരണവശാലും റിവേഴ്സ് കൊടുക്കരുത്. ഒരു ഡയോഡ് അവിടെ പ്രൊട്ടക്ഷൻ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സപ്ലൈ മാറിപ്പോകാനുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ആ റെസിസ്റ്ററിന് ആ ഒരു വാല്യൂ വന്നത്, അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ എന്തിനാണ് നമ്മൾ 1 മൈക്രോഫാരഡ് അവിടെ ചൂസ് ചെയ്തത്. അതിന് ചെറിയൊരു എക്സാമ്പിളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ആ ഡിസൈൻ പ്രൊസീജിയർ. അപ്പോൾ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വഴി അതും ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്ലാപ്പ് ആക്ടിവേറ്റഡ് ഇലക്ട്രോണിക് സ്വിച്ചാണ്. നമ്മൾ വെറുതെ കൈ കൊട്ടി ഉപകരണങ്ങൾ ഓഫാക്കാനും ഓണാക്കാനും സഹായിക്കുന്ന നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സർക്യൂട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ക്ലാപ്പ് സ്വിച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഓരോ ഘട്ടവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കമ്പോണൻസും എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം, അതിന് ഓരോന്നിൻ്റെ ഡിസൈൻ നമുക്കറിയാം. ഏതൊരു സർക്യൂട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടി ഉപകരിക്കത്തക്ക രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ട ഘടകം ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. ഇത് നമുക്ക് പണ്ടത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഇത് വാങ്ങാനും കിട്ടും. ഇനി അതും അല്ലെങ്കിൽ പഴയ ഹെഡ്സെറ്റ് പൊളിച്ചാലും ഇത് നമുക്ക് ആ മൈക്രോഫോണിൻ്റെ പാർട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 BC547 ട്രാൻസിസ്റ്ററാണ്. ഇതാണ് പ്രീ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനായിട്ട് നമ്മളൊരു 555 IC എടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ റിംഗ് കൗണ്ടർ. അതിനുവേണ്ടി CD4017 ഒരു CMOS IC എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെസിസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റർ, പിന്നെ ഇൻഡിക്കേഷന് വേണ്ടി അത്യാവശ്യം 3 LED, പിന്നെ നമുക്ക് ലോഡിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു റിലേ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ വോൾട്ടേജ് ഒക്കെ വളരെ അനായാസം തന്നെ നമുക്ക് ഈ പറയുന്ന ലോ പവർ സർക്യൂട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം അസംബിൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ബ്രെഡ് ബോർഡും വേണം. അപ്പോൾ നമ്മുടെ കമ്പോണൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളൊരു ബോക്സിൽ അടുക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ബോക്സ് വാങ്ങാനുള്ള ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഇത് 3 സ്റ്റേജായിട്ടാണുള്ളത്. ഫസ്റ്റ് പ്രീ ആംപ്ലിഫയർ സ്റ്റേജ്, 2 മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, 3 സ്വിച്ചിങ് സ്റ്റേജ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ സ്റ്റേജാണ് നമ്മുടെ പ്രീ ആംപ്ലിഫയർ. നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് വരുന്ന വീക്കായിട്ടുള്ള സിഗ്നൽ നമ്മൾ 2 സ്റ്റേജ് BC547 യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈക്ക് ഒന്ന് റെസിസ്റ്റർ യൂസ് ചെയ്ത് ബയാസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ AC സിഗ്നൽ മാത്രമേ മൈക്കിൽ നിന്ന് വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇനിയും ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ നോയ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്ററും കൂടെ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് BC547 ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ പിൻ ഡയഗ്രം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, മാറിപ്പോകരുത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ബ്രെഡ് ബോർഡിൽ അത് അസംബിൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ട്രാൻസിസ്റ്റർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ മൾട്ടി ടെസ്റ്റർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ പിന്നുകളും അതിൻ്റെ ഗെയിനും എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ചില ഉപയോഗങ്ങളും ഉണ്ട്. നമ്മുടെ ചില റെസിസ്റ്ററൊക്കെ, മെറ്റൽ ഫിലിം റെസിസ്റ്ററൊക്കെ നമുക്ക് പെട്ടെന്ന് കളർ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അതിൻ്റെ ആ റെസിസ്റ്റൻസൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ പലതരത്തിലുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂ കറക്റ്റാണോ നമുക്ക് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൈക്ക് ബയാസ് ചെയ്തു, ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മൾ ട്രാൻസിസ്റ്റർ സ്റ്റേജ് അസംബിൾ ചെയ്യേണ്ടത്. അപ്പോൾ 2 സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സ്റ്റേജും നമ്മൾ കൃത്യമായിട്ട് സർക്യൂട്ട് ഡയഗ്രം വെച്ച് ഒത്തു നോക്കി അസംബിൾ ചെയ്യുക. അപ്പം ഏറ്റവും ഷോർട്ടായിട്ട് പിന്നുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒത്തിരി ഡിസ്റ്റൻസ് മാറി കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയഗ്രം നോക്കി തന്നെ എല്ലാം ഒന്ന് വെരിഫൈ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് DC പവർ സപ്ലൈ ആണ്. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ DSOയുടെ പ്രോബ് ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈക്രോഫോണിൽ തട്ടി നോക്കുക. അപ്പോൾ വേവ് ഫോമിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആംപ്ലിഫയർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നമ്മൾ 555 യൂസ് ചെയ്തിട്ടാണ് ഈ സർക്യൂട്ട് അസംബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ട്രിഗറിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് കുറച്ച് സമയത്തേക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ കൃത്യമായിട്ട് തന്നെ സർക്യൂട്ട് ഡയഗ്രം നോക്കി ബ്രെഡ് ബോർഡ് അസംബിൾ ചെയ്യുക. ഈ മഞ്ഞ LED ആണ് ട്രിഗർ ഇൻഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്യുവാണ്, കണ്ടോ. അപ്പോൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ ആ മഞ്ഞ LED കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിഗറിങ് സർക്യൂട്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ക്വയർ വേവ് പൾസ് അവിടെ ലഭ്യമാവും. ഇനി ഇതേ രീതി കത്തി തന്നെ നിൽക്കുകയാണെങ്കിൽ ആ സെൻസിറ്റിവിറ്റി ഒന്ന് ഈ റെസിസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഇട്ട് കൊടുത്തിട്ട് കൃത്യമായിട്ട് ട്യൂൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സെൻസിറ്റിവിറ്റി വളരെ കറക്റ്റായിട്ട് ഇതേ രീതിയിൽ തന്നെ കത്തും. അപ്പം സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം ട്യൂണിങ്ങും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ടോഗ്ലിംഗ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഓരോ പിന്നും ഏത് പിന്നിലാണ് ഇൻ്റർ കണക്ട് ചെയ്തേക്കുന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം സർക്യൂട്ട് നമ്മൾ ബ്രെഡ് ബോർഡിൽ വയർ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്തു, സെക്കൻഡ് വീണ്ടും ക്ലാപ്പ് ചെയ്തു. അപ്പോൾ LED പച്ച ചുവമ്പും മാറി ടോഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൾസിൻ്റെ അനുസരിച്ച് മഞ്ഞ LEDയും കത്തുന്നുണ്ട്, കണ്ടോ. അപ്പോൾ വളരെ സെൻസിറ്റീവാണ്. ഞാൻ ജസ്റ്റ് അടുത്ത് വന്ന് ചെറുതായിട്ട് വിരൽ ഒന്ന് കൊട്ടുമ്പോൾ തന്നെ അത് വ്യത്യാസം വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ റിലേ കൊടുക്കേണ്ടത്. അതിൽ ആ പച്ച LED ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ഞാൻ ട്രാൻസിസ്റ്റർ വഴി റിലേയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ ഫിലമെൻറ്റ് ലാമ്പാണ്. നമുക്ക് 230 വോൾട്ടിൻ്റെ ലൈറ്റും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല, കണ്ടോ. കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആ ആക്ഷൻ അനുസരിച്ചിട്ട് ബൾബ് കത്തുകയും കെടുകയും ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഈ സർക്യൂട്ട് വളരെ നീറ്റായിട്ട് തന്നെ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം നമ്മൾ ബ്രെഡ് ബോർഡ് അസംബിൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ഈ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. റിപ്പിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഫോൾസ് ട്രിഗറിങ്ങും പറ്റത്തില്ല. പിന്നെ നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട്. ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് നിന്ന് കൈ വിട്ടുവാണെങ്കിൽ പോലും അത് ഡിക്റ്റേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സർക്യൂട്ടിൽ ക്ലാപ്പിൻ്റെ എണ്ണം വ്യത്യാസം വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, കൃത്യമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ട്രിഗറിങ് മെക്കാനിസമാണ് ഇതിനകത്തുള്ള സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഡിസൈൻ ആവശ്യമുള്ളവർക്ക് അതും കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വലിയ കാൽക്കുലേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൈക്രോഫോണിൻ്റെ ആ ഒരു സ്റ്റേജ് നോക്കാം. ഇവിടെ 4.7K റെസിസ്റ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഞാൻ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ഡിസൈനാണ് ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ കണ്ടൻസർ മൈക്രോഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ അതിലൂടെ ചെറിയൊരു കറണ്ട് ഫ്ലോ വേണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2.5 mA. അപ്പോൾ ഈ 2.5 mA നമ്മൾ 12 വോൾട്ടേന്ന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ട റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 12/0.0025 ആംപിയർ, അതായത് 4.7 കിലോ ഓം. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജിൽ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററാണ്. അത് നമുക്ക് ഒരു 0.1 സെക്കൻഡ് ഓണായിട്ട് നിൽക്കണം ട്രിഗർ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ ആ 0.1 സെക്കൻഡ് എന്നുള്ള പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്ത് നമുക്കറിയാവുന്ന ഒരു കപ്പാസിറ്റൻസ് വിട്ടിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ വഴി നമ്മൾ ഡിറൈവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴേക്കും 9090.9 ഓംസ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം 9090 എന്നുള്ളത് നമുക്കൊരു 10 കിലോ ഓമായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കാം. അപ്പോൾ ആ 10 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും ഒരു 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇട്ടാൽ 0.1 സെക്കൻഡ് അവിടെ കിട്ടും. ഇനി നമ്മുടെ ട്രാൻസിസ്റ്റർ പ്രീ ആംപ്ലിഫയറിൻ്റെ ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഇനി നമ്മുടെ ഓരോ സ്റ്റേജും കണക്ട് ചെയ്യുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷനാണ് 1/2πRC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്റ്റേജിൻ്റെ റെസിസ്റ്റൻസും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും നമുക്കറിയാമെങ്കിൽ ഏകദേശം ഒരു റഫ് കാൽക്കുലേഷൻ ഇവിടെ നടത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1000 ഹെഡ്സ് വരെയുള്ള സിഗ്നൽ ആണെങ്കിൽ നമുക്ക് 1 മൈക്രോഫാരഡ് യൂസ് ചെയ്യാം. ഫ്രീക്വൻസി കൂടുന്തോറും നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറച്ചുകൊണ്ട് വന്നാൽ മതി. അതായത് നമുക്ക് ഈ പറയുന്ന 10 കിലോ ഹെഡ്സ് ആണെങ്കിൽ അതിൽ 100 നാനോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ അഥവാ 0.1 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ സിഗ്നൽ അതിൽ കൂടെ പാസ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ മെഗാ ഹെഡ്സ് റേഞ്ചിലേക്ക് വരുമ്പോൾ പീക്കോഫാരഡ് റേഞ്ചിലാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ അവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും.